ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവന്റെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഡെയ്സി അങ്ങനെയൊക്കെ പെരുമാറിയതിന്റെ പിന്നിലുള്ള കാരണം ഒരുപക്ഷെ ഡെയ്സിക്ക് ശിവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കുമെന്നും അങ്ങനെയെന്ന് ഇടം ചിന്തിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചന്ദ്ര പോകുമ്പോഴേക്കും ശിവനും ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു. ശരിയാണ്, എവിടെ വെച്ചാണ് ഞങ്ങൾക്കിടയിൽ ആ സ്നേഹം നഷ്ടമായത്? എവിടെ വെച്ചാണ് ഞാനും ഡെയ്സിയും തമ്മിൽ പിരിഞ്ഞു തുടങ്ങിയതെന്ന് ശിവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോ വന്നു. ആരാണെന്ന് എടുത്ത് നോക്കിയപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് കമൽ ഇറങ്ങി വന്ന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആശാനെ എന്തു പറ്റി? ആശാൻ എന്താ ഇങ്ങനെ ആകെ ഡള്ളായി നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. ഒന്നും ഇല്ലാതില്ലല്ലോ, എന്തോ കാര്യമുണ്ടല്ലോ, എന്തു പറ്റി ആശാനെ എന്ന് ശിവന്റെ മുഖഭാവം കണ്ടപ്പോഴേക്കും കമലൻ വളരെ വിഷമത്തോടെ അന്വേഷിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ശിവൻ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ കമലൻ ചോദിച്ചു, എന്തേലും എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പറയണ്ട ആശാനെ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലടാ. ആരോടും പറയാൻ പാടില്ലാത്ത പോലെ ഒരു കാര്യങ്ങളും ഒരു രഹസ്യവും എന്റെ ജീവിതത്തിലില്ല. ഇപ്പോ ഞാൻ ഈ വിഷമിക്കുന്നതിന്റെ കാരണം അത് എല്ലാവർക്കും നല്ലത് വരണമെന്നും എല്ലാവർക്കും നന്മ തന്നെ ഉണ്ടാകണമെന്നും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ടും എന്താണ് എനിക്കിങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും കമലം പറഞ്ഞു, ആശാനെ ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സത്യത്തിൽ ആശാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്നെയാണോ? ആശാൻ താലി ചാർത്തിയതാണോ പെൺകുട്ടിയെ എന്ന് ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു, അതേടാ, ഒരു കാലത്ത് അത്രമേൽ സ്നേഹിച്ചിരുന്നവരാണ് ഞങ്ങൾ. ഞാൻ അങ്ങനെയായിരുന്ന സമയത്താണ് ആ ഒരു താലി അവളുടെ കഴുത്തിൽ അണിയിച്ചതും. പിന്നീട് എപ്പോഴാണ് ഞങ്ങളുടെ സ്നേഹത്തിന് അകൽച്ചയുണ്ടായതെന്നും എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലടാ. ഇപ്പോ എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല, ഞാനിങ്ങനെ വെറുതെ ജീവിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. മറ്റാരോ ആണ് എന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മനസ്സും എന്റെ പ്രവൃത്തികളുമൊക്കെ മറ്റാരോ ആഗ്രഹിക്കുന്നതും മറ്റാരോ ചെയ്യിക്കുന്നതും പോലെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആരാണ് എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നു മാത്രം എനിക്കറിയാം, ഞാൻ വെറുതെ ഒരു രൂപമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ടോ എന്റെ മനസ്സ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല ഇതുപോലെയെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് ശിവനാകെ തകർന്നു നിൽക്കുമ്പോഴാണ് സത്യമ്മ ശിവൻ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ച് സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അരികിലേക്ക് എത്തി പൊന്നു ചോദിച്ചു, അല്ല സത്യാമ്മ ഇത്ര നേരമായിട്ടും ഉറങ്ങാൻ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത്, ഞാൻ ആ ശിവന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തൊരു കഷ്ടമാണ്. ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിൽ വരുത്തി വെച്ച പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ? അവൻ വിവാഹം കഴിച്ചാണെന്നൊക്കെയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ പൊന്നു പറഞ്ഞു, അതെ, താലി കഴുത്തിലിട്ടിട്ട് കൊണ്ടാണല്ലോ ആ പെൺകുട്ടി അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ഒരു കണക്കിന് ആ പെണ്ണ് അവന്റെ ജീവിതത്തിൽ നിന്ന് പോയത് നന്നായി. അല്ല, സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഇവളുടെ സ്വഭാവമൊന്നും ശിവന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലേ? ഇത്രയ്ക്കും ദുഷ്ടതയാണോ നിറഞ്ഞ സ്വഭാവമാണോ അവളുടേത്? എന്നിട്ടും അവൻ എങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടു? ഇത്രത്തോളം മനുഷ്യനെ വെറുപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയെ എങ്ങനെയാണ് അവന് സ്നേഹിക്കാൻ സാധിച്ചത്? ഒരു കണക്കിന് ശിവന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഇല്ലാതാവുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് കേട്ടപ്പോഴേക്കും പൊന്നു പറഞ്ഞു, വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലേ ആ പെൺകുട്ടി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പൊല്ലാപ്പുകൾ സൃഷ്ടിച്ചതും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു, വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ശരിയാ, അത് കഴുത്തിൽ താലി ചാർത്തിയെന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിയമപരമായിട്ട് അവർ വിവാഹം നടന്നിട്ടൊന്നുമില്ലല്ലോ. ഇഷ്ടം തോന്നി നടന്ന സമയത്ത് എപ്പോഴോ കാണിച്ചു കൂട്ടിയ ഒരു കുസൃതി, ഒരു എടുത്തുചാട്ടം, അത്രമാത്രമാണ് ആ വിവാഹ ബന്ധത്തിന് അല്ലെങ്കിൽ ആ താലികെട്ടിന് അവിടെ സ്ഥാനമുള്ളൂ. എന്നാൽ അതല്ലല്ലോ ശിവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ശിവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം അവരുടെ മനസ്സിനെ തകർത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അവന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലല്ലേ ആ പെൺകുട്ടി ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വേദനയോടെ സത്യമ്മ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും പൊന്നു പറഞ്ഞു, എന്തായാലും കൃത്യസമയത്ത് ശാലിനി കുഞ്ഞ് ഇടപെട്ടത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞതും ശാലിനി അവിടേക്ക് കാറിൽ വന്നിറങ്ങി. പിള്ളാച്ചനും പുറത്തു പോയിട്ട് വന്നതോടെ പിള്ളാച്ചനോട് പൊന്നിയും സത്യാമ്മയും ശിവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ശാലിനി അവിടേക്ക് വന്നിറങ്ങിയത്. ശാലിനി എന്തു പറ്റി, എല്ലാരും ഇവിടെ ഉമ്മറത്ത് തന്നെ കാത്തു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു, അത് പിന്നെ ശിവന്റെ കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, സത്യാമ്മ വിളിച്ചപ്പോ ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് ഫോൺ എടുക്കാൻ പിന്നീടൊന്ന് തിരിച്ചു വിളിക്കാൻ കഴിയാതെ പോയത് എന്ന് ശാലിനി അറിയിച്ചു. എന്തായാലും കൃത്യസമയത്ത് ശാലിനി മോൾ ഇടപെട്ടത് കൊണ്ട് എല്ലാം ഭംഗിയായി തീർന്നല്ലോ. ആ പെൺകുട്ടി അത്രയും ഒരു ക്രൂരത കാട്ടുമെന്ന് ആരും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, ഒരു നിമിഷത്തിൽ ഞാനും ശിവനെ തള്ളി പറയുക തന്നെ ഉണ്ടായി. ശിവൻ തെറ്റുകാരനാണെന്ന രീതിയിലായിരുന്നു ഞാനും അപ്പോൾ ചിന്തിച്ചത്. പക്ഷേ ആ
ശിവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ആ പെൺകുട്ടി റാണി അങ്ങനെ ഒരു വീഡിയോ പകർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ശിവൻ ജയിലിൽ കിടക്കുമായിരുന്നോ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ശാലിനി വിവരങ്ങൾ എല്ലാവരെയും ധരിപ്പിച്ചു. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പൊന്നിയോട് ശാലിനി ചോദിച്ചു, അല്ല പൊന്നി, മക്കൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചതും അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല, ശാലിനി വന്നിട്ട് കഴിക്കുന്നോളെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും എന്നാ എടുത്തു വെച്ചോ പൊന്നി എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടെ ഇരുന്ന് ശിവന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സത്യാമ്മയോട് പറഞ്ഞു. സത്യഭാമ പറഞ്ഞു, എങ്കിലും ഇതുപോലൊരു പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, നമ്മുടെ സമൂഹം പെൺകുട്ടികൾക്ക് നൽകുന്ന പരിഗണനയും സുരക്ഷിതത്വവും ഒക്കെയാണ് ഇവിടെ എല്ലായ്പ്പോഴും പലർക്കും വിനയായി തീരുന്നത്. ആ പെൺകുട്ടി അങ്ങനെ ഒരു വിഷ്വൽസ് മനഃപൂർവ്വം ഉണ്ടാക്കി അത് ശിവനെതിരെ പ്രയോഗിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പോലും ശിവനെ തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടി ശിവനെതിരെ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം പിന്നീട് ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെ സോഷ്യൽ മീഡിയ പല രീതിയിലും പലരുടെയും ജീവിതത്തെ തകർക്കുകയും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും സത്യാമ്മ ആകെ വിഷമത്തോടെ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് ശിവന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ശിവന് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ. എത്രയൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി മനഃപൂർവ്വം ശിവന്റെ ജീവിതം തകർക്കുന്ന രീതിയിലല്ലേ ഓരോന്നും ചെയ്തു കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ സത്യാമ്മ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശിവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമെന്ന് പറയാൻ എന്തെങ്കിലും ഒരു പോംവഴി ശിവൻ തന്നെ കണ്ടെത്തട്ടെ. എന്തായാലും അവർ പരസ്പരം സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും കുട്ടികൾ അവിടെ കാത്ത് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അവര് ദീപുവിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ദീപു ആകെ ടെൻഷനോടെ ഇരിക്കുകയായിരിക്കുമെന്നും അവന്റെ ചേച്ചിക്ക് സംഭവിച്ചതുപോലെയുള്ള ദുർവിധി അവന് സംഭവിക്കുമോ എന്നൊരു ആശങ്കയായിരിക്കും അവന്റെ മനസ്സിനെ അലട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അവനിപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നിരാശയോടെ കുട്ടികൾ പറയുമ്പോൾ ശാലിനി അരികിലേക്ക് ചെന്നത്, എന്തു പറ്റി, രണ്ടുപേരും എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്കെന്താ ഇന്ന് ഭക്ഷണമൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു. വേണ്ട, ഞങ്ങൾക്ക് വിശപ്പില്ലമ്മേ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലമ്മേ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ എന്ന് അന്വേഷിച്ചു. അല്ല, ഞങ്ങൾ ദീപുവിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. പാവം ദീപു ഇപ്പം ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആ തകർന്ന് ഇരിക്കുന്ന ആ വീട്ടിൽ എങ്ങനെയാണ് ആ പാവം കിടന്നുറങ്ങുക? അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ആ പാവം അവിടെ ജീവിക്കുക എന്ന് ചോദിച്ചതും അത് കേട്ട് എന്ന ശാലിനി പറഞ്ഞു, അത് മക്കളെ, നിങ്ങളിങ്ങനെ സങ്കടപ്പെടുകയും മറ്റുള്ളവരുടെ ദുഃഖം ഓർത്ത് വേദനിക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും പപ്പിയും സത്യയും ഒരുപോലെ ചോദിച്ചു, അമ്മേ, എത്രയും വേഗം ദീപുവിനൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അമ്മേ എന്ന് ചോദിച്ച് സങ്കടത്തോടെ കുട്ടികൾ അന്വേഷിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു നന്മ നിറഞ്ഞ സ്വഭാവത്തിന് ഉടമകളായി തീരാൻ കാരണം നിങ്ങളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി മറ്റുള്ളവരുടെ സങ്കടം തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള മനസ്സും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിച്ച് നടന്നിരുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മക്കളായതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത്തരം ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി മക്കളെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അമ്മേ? അവന് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ അമ്മേ? നല്ലൊരു വീട് അവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. കൊടുക്കാം, നമുക്ക് ഒരു നല്ല വീട് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ശാലിനി മക്കളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സത്യാമ്മ അവിടേക്ക് എത്തി. എന്തുപറ്റി, മക്കൾക്കിന്ന് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചതും കുട്ടികളെ ഞാൻ വിളിക്കാൻ വന്ന സത്യാമ്മേ എന്ന് ശാലിനി പറഞ്ഞു. ഉടനെ ശാലിനിയുടെ അരികിലേക്ക് എത്തി ഒരു കവറ് സത്യാമ്മ ശാലിനിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, മോളെ, ഇത് ഇന്ന് ആ ഇൻഷുറൻസുകാരൻ കൊണ്ടുവന്ന് തന്നതാ. വിഷ്ണുവിന്റെ ഇൻഷുറൻസ് പേപ്പറോ മറ്റോ ആണ്. വിഷ്ണു ഇതിനകത്ത് പണം അടച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം മോളൊന്ന് നോക്കിക്കേ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ മോള് ചെയ്യും. അവനിപ്പോ വീടോ കുടുംബോ കുട്ടികളോ പ്രാരാബ്ധങ്ങളോ ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ ഇതിലെയോ ഊരു ചുറ്റി നടക്കുകയല്ലേ. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിൽ മോളൊരു തീരുമാനം എടുത്തോ, അതാ നല്ലത്. ഇതിനിപ്പം അടയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ മോള് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ആ പേപ്പർ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സത്യാമ്മ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ എത്താം സത്യാമ്മ എന്ന് പറഞ്ഞ് ശാലിനി ആ പേപ്പറും കയ്യിൽ പിടിച്ച് ഒന്ന് ആലോചിച്ചു തന്നു. ഉടനെ കുട്ടികൾ ചോദിച്ചു, അല്ല അമ്മേ, എന്താ അമ്മ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചതും, അതെ, നിങ്ങളുടെ
സങ്കടത്തിന്, നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരവുമായി നിങ്ങളുടെ അച്ഛൻ തന്നെ ഇതാ വീണ്ടും എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛൻ തന്നെ അതിനുള്ള പരിഹാരവും കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടികൾ വളരെ അതിശയത്തോട് ചോദിച്ചു, എന്താ അമ്മേ, അച്ഛൻ വരുവോ എന്ന് ചോദിച്ചപ്പം, അച്ഛൻ വരുവല്ല, പക്ഷെ എൻ്റെ മക്കളുടെ വിഷമത്തിന് നിങ്ങൾക്കുള്ള സമ്മാനവും നൽകിയിട്ടാണ് അച്ഛൻ സമ്മാനം തന്നിട്ടുണ്ട്, കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞു. അത് കേട്ടതും കുട്ടികൾ അതിശയത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് നമുക്ക് വെച്ചു കൊടുക്കാം. അതിന് ഒരു 10-35 രൂപയാകും. അതിനു വേണ്ട കാര്യങ്ങൾക്ക് ഉള്ള സഹായം ഇതാ ചെയ്തു കഴിഞ്ഞു. ഈ 35 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു വീട് നമുക്ക് ദീപുവിന് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ശാലിനി മക്കളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ പേപ്പേഴ്സ് നോക്കിയിട്ട് ഉടനെ തന്നെ അനുപല്ലവിയെ ശാലിനി വിളിക്കുന്നു. അനു, ഒരു ഇൻഷുറൻസ് ക്ലെയിം ആയി കഴിഞ്ഞാൽ അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വേഗം അനു ഒന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് തന്നോട് പറയണമെന്ന് ശാലിനി അറിയിച്ചതും, ആർക്കാണ് മാഡം എന്ന് അനു ചോദിച്ചു. അത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് എന്ന് പറഞ്ഞതും, ഓക്കെ, ഡീറ്റെയിൽസ് അയച്ചാൽ മതി മാഡം, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മേഡത്തെ കൃത്യമായി തന്നെ നാളെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മേഡത്തിന് ഫോർവേഡ് ചെയ്യാമെന്ന് അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും കുട്ടികൾ വളരെ സന്തോഷത്തോടെ, അമ്മയെ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അതെ, എൻ്റെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഹായ്, താങ്ക് യു അമ്മേ എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് മക്കൾ രണ്ടുപേരും. അപ്പോഴേക്കും അവിടേക്ക് സത്യാമ്മ താഴെ നിന്ന് ഉറക്കെ വിളിച്ചു, ശാലിനി, കുട്ടികളെയും കൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ദാ വരുന്നു സത്യാമ്മേ എന്ന് പറഞ്ഞ് ശാലിനി കുട്ടികളോട് വേഗം തന്നെ താഴേക്ക് പോകാമെന്ന് അറിയിച്ചു. അതിനുശേഷം കുടുംബശ്രീ ഹോട്ടലിലെ ഗോപാലകൃഷ്ണൻ ഹോട്ടൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ശാരദാമ്മയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ ഹോട്ടലിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായി. ആ കുടുംബത്തിന്റെ ആ ഹോട്ടലിനെയും തന്നെ ഒരു ജീവമായി ആയി മാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഗോപാലകൃഷ്ണൻ നടത്തുന്നു. രാവിലെ തന്നെ ഗോപാലകൃഷ്ണൻ റെഡിയായി അവിടുത്തെ ടേബിളും മറ്റുമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടുകയും അവിടെ ഭക്ഷണം കഴിക്കാനായി എത്തുന്നവർക്ക് ആ ഹോട്ടലിനോട് കൂടുതൽ അടുപ്പം തോന്നത്തക്ക രീതിയിൽ അവിടെയെല്ലാം സജ്ജീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവിടേക്ക് എത്തി ശാന്ത പറഞ്ഞു, അയ്യോ ഗോപാലേട്ടാ, ഇതൊന്നും ഗോപാലേട്ടൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ തന്നെ ചെയ്തോളാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വേണ്ട ശാന്ത മണി വേറെയുണ്ട്. നിങ്ങൾ ഇവിടെ ജോലിക്ക് വരുമ്പോ, ഈ കുടുംബശ്രീ ജോലിക്ക് വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇതുവരെ ജോലി ചെയ്തിരുന്നത്, ശാരദ നിങ്ങളെ എങ്ങനെയാണ് കൊണ്ടു നടന്നിരുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം ഇനിയും മുന്നോട്ട്. ഇവിടെ നിങ്ങൾ വരുമ്പോ ഈ ഹോട്ടലിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവൻ ഊറ്റിയെടുക്കാനോ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനോ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യം ഊറ്റിയെടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് സന്തോഷം, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ശാരദയുടെ അഭാവം ഒട്ടും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് എന്നാലാവുന്ന ജോലികൾ ഇനി ഈ ഹോട്ടലിൽ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ഗോപാലകൃഷ്ണൻ അറിയിക്കുമ്പോൾ അത് കേട്ട് ശാന്ത പറഞ്ഞു, ഗോപാലേട്ടാ, ശാരദാമ്മ ഇന്നേ വരെ ഞങ്ങളെ ഇവിടുത്തെ ജോലിക്കാരിയായി കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഹോട്ടലും ഈ വീടും ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹോട്ടൽ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ജോലി ഉണ്ടാവൂ, ഹോട്ടലിലെ ആളുകൾ വന്നാലല്ലേ എനിക്ക് ജോലി ചെയ്യാനാകൂ, ഇവിടെ ജോലി ഉണ്ടെങ്കിലല്ലേ എൻ്റെ കുടുംബം മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ഈ ഹോട്ടൽ തന്നെയാണ് ഞങ്ങളുടെ ജീവനും ജീവിതവും എന്ന് പറഞ്ഞുകൊണ്ട് ശാന്ത ജോലിയിലേക്ക് കയറി. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ കുറുപ്പുമാഷ് പറഞ്ഞു, ഗോപാലകൃഷ്ണ, ഇപ്പോഴാണ് ഈ ഹോട്ടലിന് ഒരു നാഥൻ ഉണ്ടായിരുന്നത്. ഇപ്പോ ഇത്രയും നാളും ഒരു നാഥനില്ല കളരിയായിട്ട് നടക്കുകയായിരുന്നു. ശാരദാമ്മ ഇവിടെ ഇല്ലാത്ത ഈ അഭാവത്തിൽ ഈ ഹോട്ടൽ എങ്ങനെയാവുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നന്നായി ഗോപാലകൃഷ്ണ, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളിപ്പോൾ ഒരു നല്ല മനുഷ്യനായി മാറിയിരിക്കുകയാണ്. ഇത് എന്നും നിങ്ങളുടെ മുന്നോട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് തന്ന ഗോപാലകൃഷ്ണന് അങ്ങനെ ഗോപാലകൃഷ്ണനോട് കുറുമാഷ പറഞ്ഞത് കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല എൻ്റെ മാഷെ, ശാരദ എങ്ങനെയാണോ ഈ കുടുംബം കൊണ്ടുപോയത്, സത്യത്തിൽ ശാരദ തൻ്റെ 3 പെൺമക്കളെയും വളർത്തിയതും ഈ കുടുംബത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയതും ഈ ഹോട്ടൽ കൊണ്ട് തന്നെയാണ്. അവളുടെ ജീവനും ജീവിതവും ഒക്കെയാണ് ഈ ഹോട്ടൽ. എന്നെ കൊണ്ട് ഒരു കാര്യം മാത്രമേ അവൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ജീവിക്കണമെന്നൊരു വാശി അവളിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ പ്രവൃത്തി കൊണ്ട് അത്ര മാത്രമേ ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവളുടെ സ്വന്തം കഴിവ് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും
ധൈര്യം കൊണ്ടും അവൾ നേടിയെടുത്തതാണ്. അതുകൊണ്ട് അവൾ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം അങ്ങനെ തകർന്നു പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല, അതിന് ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ കറുപ്പ്മാഷ് ചോദിച്ചു, അല്ല ഗോപാലകൃഷ്ണ, ഇനി ശാരദാമ്മ എന്നാ ഇങ്ങോട്ട് മടങ്ങിയെത്തിക്കുക? ശാരികയും കുഞ്ഞും തിരിച്ചു പറയാൻ സമയമായോ എന്ന് ചോദിച്ചതും, കുഞ്ഞിനെ ഉടനെ തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ സാധ്യത കുറവാണ്. ജീവനോടെ കിട്ടുമോ എന്ന് പോലും സംശയിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പൊ ആ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും വലിയ അതിശയത്തിൽ തന്നെയാ. പക്ഷേ എങ്കിലും ചില ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുഞ്ഞിനെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അത് പൂർത്തിയായാൽ മാത്രമേ, അത് പൂർണ്ണമായും ഭേദമായാൽ മാത്രമേ അവർ ഇവിടേക്ക് അവരെ പറഞ്ഞു വിടൂ എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും കുറുപ്പ്മാഷ് പറഞ്ഞു, എന്തായാലും നന്നായി ഗോപാലകൃഷ്ണ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ശാരദാമ്മ എന്നാണ് ഇങ്ങോട്ട് മടങ്ങി വരിക എന്നറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ഗോപാലകൃഷ്ണൻ അവിടുത്തെ ആ ഫോട്ടോയിൽ മുന്നിൽ വിളക്ക് തെളിയിച്ചിട്ട് ഗോപാലകൃഷ്ണൻ കുറുപ്പ്മാഷിനോടായിട്ട് പറഞ്ഞു, മാഷേ, ദാ ഈ കത്തി നിൽക്കുന്ന ഈ ദീപം സാക്ഷിയായിട്ട്, ഈ അഗ്നി സാക്ഷിയായി ഞാൻ പറയുകയാണ്, ശാരദ മടങ്ങിയെത്തും. ശാരദ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും. അവളുടെ ഈ കുടുംബശ്രീ ഹോട്ടൽ വിട്ടിട്ട് അവൾക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കാനും ആവില്ല. തീർച്ചയായിട്ടും അവൾ ഇവിടേക്ക് മടങ്ങി വരും കുറുപ്പുമാഷേ, എനിക്ക് ഉറപ്പാണ് എന്ന് ധൈര്യപൂർവ്വം ഉറച്ച വാക്കുകളോടെ ഗോപാലകൃഷ്ണൻ മറുപടി പറയുമ്പോൾ ശാരദാമ്മ മടങ്ങിയെത്തുന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിന്ന് കുറുപ്പുമാഷും ശാന്തയും ഒക്കെ പുഞ്ചിരിച്ചു. അതിനുശേഷം ഡെയ്സിയുടെ വിവാഹ നിശ്ചയം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പ്ലാമൂട്ടിൽ തകൃതിയായി നടക്കുകയാണ്. അവിടേക്ക് പ്ലാമൂട്ടിലെ യോഹന്നാന്റെ മകളായ ഡെയ്സിയുടെ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ മനസ്സമ്മതം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളും അതിന് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സംസാരിക്കുന്നതിനായിട്ട് അവിടേക്ക് അച്ഛനെ വിളിച്ചു വരുത്തുകയും അച്ഛൻ പള്ളിയിൽ നിന്ന് അവിടേക്ക് എത്തിയതോടെ അച്ഛൻ വന്നിറങ്ങിയപ്പോ യോഹന്നാനോട് ചോദിച്ചു, എന്തു പറ്റി യോഹന്നാനെ, ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ചെറുപ്പക്കാരൻ ഡെയ്സിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ നമുക്ക് അറിയാവുന്നത് തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്ത് നിന്ന് യോഹന്നാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ മരുമകനെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് എൻ്റെ മരുമകൻ ഡേവിസ്, എൻ്റെ സൂസന്റെ മകനാ. ഞങ്ങൾ കുഞ്ഞുനാള് തന്നെ ഇവിടെ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ തന്നെ ഞാനും സൂസനും കൂടി പരസ്പരം തീരുമാനിച്ച കാര്യമാണ് ഡേവിസിനുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല, ഇനി ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഫാദറോട് പറയുമ്പോൾ, എന്നാ അകത്തേക്ക് കടന്ന് നമുക്ക് ചടങ്ങുകൾ വേഗം നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങുകൾക്കായിട്ട് അകത്തേക്ക് ഫാദറിനെ വിളിച്ചുകൊണ്ട് യോഹന്നാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ യോഹന്നാൻ എൽസമ്മയെ വിളിച്ച് ഉറക്കെ പറഞ്ഞു, ദാ കൊണ്ടുവരുന്ന ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്സിയും എൽസമ്മയും വളരെ സന്തോഷത്തോടെ ആ ഡ്രേയിൽ ജ്യൂസുമായിട്ട് നേരെ ഹാളിലേക്ക് എത്തി. ഡെയ്സി മുൻപ് പറഞ്ഞതുപോലെയുള്ള പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ ഒന്നും ഡെയ്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിന്റെ സമാധാനത്തിലായിരുന്നു ഫാദർ. എന്നാൽ അവിടെ മനസ്സമ്മതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ അവിടേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുകയാണ്. മുന്നിലേക്ക് ആ ഹാളിലേക്ക് കയറി വന്ന ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഡെയ്സിയുടെയും വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നതിന് അഹങ്കാരത്തിൽ യോഹന്നാൻ അവിടെ നിന്ന് ശിവനോട് ഇറങ്ങിപ്പോകാനായിട്ട് ആക്രോശിക്കുമ്പോൾ, താൻ ഇവിടെ വന്നത് തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്നും താൻ താലി കെട്ടിയ പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന ഡെയ്സി എന്നും അവളെ കൊണ്ടുപോകാനാണ് താൻ വന്നതെന്നും ശിവൻ അറിയിക്കുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന ഡെയ്സി ശിവനോടായിട്ട് പറഞ്ഞു, നീ കെട്ടിയ താലി ഞാൻ എന്നേ അത് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ കയ്യിലേക്ക് തന്നെ തന്നേക്കാം. പിന്നെ ഇനി മേലാൽ ഇതിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിലേക്ക് വന്നു പോകരുതെന്നും നിന്നെ പോലെ ഒരുവൻ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ലെന്നും നിന്നെ എന്നേക്കുമായി ഞാൻ എൻ്റെ മനസ്സിൽ നിന്നേ പറിച്ചെറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമോ അങ്ങനെ ഒരു സ്നേഹമോ ഉണ്ടാവുകയില്ല. ഇനി മുതൽ നമ്മൾ ബദ്ധശത്രുക്കൾ തന്നെയായിരിക്കുമെന്ന് ശിവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഡെയ്സി അകത്തേക്ക് പോകുമ്പോൾ യോഹന്നാനും ആന്റണിയും ഡേവിസും അവർ വിജയിച്ചതിന്റെ അഹങ്കാരത്തിൽ ശിവനെ നോക്കി ഇറങ്ങിപ്പോടാ എന്ന ഭാവത്തിൽ പകയോടെയും ദേഷ്യത്തോടെയും ശിവന്റെ മുഖത്തേക്ക് നോക്കുന്നതോടെ മറുപടിയൊന്നും പറയാതെ ശിവൻ തല കുനിച്ച് അവിടെ നിന്നിറങ്ങുന്നു.